ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോർഡ്സ് ആർമി, കർത്താവിൻ്റെ സൈന്യമെന്ന ഈ മഹത്തായ ശുശ്രൂഷയുടെ സമാപന ദിവസം ഇന്ന് സ്വർഗത്തിലെ സകല മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ സ്വർഗ സൈന്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. ഈ സന്തോഷത്തിൻ്റെ മണിക്കൂറുകൾ നമുക്ക് സ്വർഗവാസികളോട് ചേർന്ന് ദൈവത്തെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയായിരുന്നു മാലാഖമാരെ കുറിച്ച്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥ പുസ്തകത്തിൽ 329 മുതലുള്ള ഖണ്ഡികകളിൽ നമ്മളതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ഷാർലോച്ചനിലൂടെയും ബോസ്കോച്ചനിലൂടെയും പ്രിയപ്പെട്ട സന്തോഷ് ബ്രദറിലൂടെയും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സൃഷ്ടിയുടെ ആരംഭം മുതൽ സ്വർഗത്തിലെ മാലാഖമാർ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുകയാണ്. നമ്മൾ ഈ മണിക്കൂറുകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ നമ്മോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനായി അവർ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പേരിൻ്റെ കാരണക്കാരായ വിശുദ്ധരോടൊപ്പം, നമ്മുടെ കാവൽ മാലാഖയോടൊപ്പം, മുഖ്യദൂതന്മാരോടൊപ്പം, വലിയ ദൂത സൈന്യങ്ങളോടൊപ്പം നമുക്ക് ഈ മണിക്കൂറുകളിൽ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ സ്തുതി ആരാധനയുടെ മണിക്കൂറുകൾ അത്ഭുതകരമായ വിടുതലിൻ്റെ മണിക്കൂറായി മാറട്ടെ. 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിന് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സ്തുതികളിൽ വസിക്കുന്നവനാണ്. സറാഫ് മാലാഖമാര് 6 ചിറകുള്ളവര്, അവര് 2 ചിറക് കൊണ്ട് അവരുടെ മുഖം മൂടി, 2 ചിറക് കൊണ്ട് അവരുടെ പാദങ്ങൾ മൂടി, 2 ചിറകുകൾ പറക്കുവാനായി സജ്ജമാക്കി വെച്ചിരുന്നു. എന്നിട്ട് അവർ അനവരതം ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയുടെ എല്ലാ ആരാധനാക്രമങ്ങളിലും ഈ മാലാഖമാരുടെ വലിയ സാന്നിധ്യവും സ്തുതിപ്പും ഉണ്ട്. വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മളിത് പാടുന്നുണ്ട്. സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന സ്വർഗവൃന്ദങ്ങളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി മഹത്വപ്പെടുത്താം. സ്വർഗത്തിലെ വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം, ദൈവത്തെ ആരാധിക്കാം. ഉണർവിന്റെ അഭിഷേകം, ഒരു വിടുതലിന്റെ അഭിഷേകം, അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളിലും സംഭവിക്കട്ടെ. ആമേൻ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. സാധിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് കരങ്ങൾ അടിച്ച് ഉണർവോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആദ്യ കാലത്തിലെ അഭിഷേകം ഈ കൂട്ടായ്മയിലുണ്ടാകണം, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകണം. കോൺവെന്റുകളിലൊക്കെ അനേക
സമർപ്പിതര് ഈ മഹത്തായ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. ആ ശുശ്രൂഷ മേഖലയിലൊക്കെ സംഭവിക്കണം ഈ അഭിഷേകം. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ. ദൈവമക്കളുടെ ആത്മാവേ സൗഖ്യത്തിന്റെ ശക്തിയാൽ വിടുതലിന്റെ ആത്മാവായി കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിറവുണ്ടാകട്ടെ. വിടുതലിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുക. മനസ്സിന്റെ മേഖലകളിൽ, ശരീരത്തിന്റെ മേഖലകളിൽ, ആത്മാവിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഇടപെടണമേ. ഹല്ലേലൂയ, 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 അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു പെന്തക്കുസ്ത. അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തി വിളിക്കാമോ? പരിശുദ്ധാത്മാവേ വിളിക്കു. പ്രിയപ്പെട്ടവരെ ഹൃദയം തുറന്ന് വിളിക്കുക. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. ഈ മണിക്കൂറുകൾ അത്ഭുതകരമായ ഇടപെടലുകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം. പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, വലിയ ശക്തി അയക്കണമേ, അഭിഷേകത്തിന്റെ അഗ്നി അയക്കണമേ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഗ്നിയയക്കണമേ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പരിശുദ്ധാത്മാവേ ഹൃദയത്തിൽ അഗ്നിയുടെ അഭിഷേകം ഉണ്ടാകും. ശക്തിയയക്കണമേ പരിശുദ്ധാത്മാവേ ശക്തി പ്രാപിക്കട്ടെ. അഗ്നിയയക്കണമേ പരിശുദ്ധാത്മാവേ ശക്തി അയക്കണമേ. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ആശ്വാസത്തിൻ്റെയും ശാന്തതയുടെയും അനുഭവമായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കാവൽ മാലാഖ ഈ മണിക്കൂറുകളിൽ നമ്മോട് കൂടെ ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കി നമ്മളെ ഈ ശുശ്രൂഷയിൽ നിന്ന് അകറ്റുവാനായി ഏതെങ്കിലും അന്ധകാര ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുഖ്യദൂതന്മാര് വിശുദ്ധ മിഖായേലും വിശുദ്ധ ഗബ്രിയേലും വിശുദ്ധ റഫായേലും എല്ലാം നമ്മുടെ കൂടെ നിന്ന് അവരെല്ലാം ആട്ടി അകറ്റി നമുക്ക് സംരക്ഷണം തരുന്നുണ്ട്. ഈ വലിയ ദൗത്യത്തിൽ ഇതിൻ്റെ എല്ലാം മുന്നണി പോരാളിയായി കൂടെ നിന്ന് മാലാഖമാരുടെ രാജ്ഞിയായ അമ്മ മാതാവ് പരിശുദ്ധി അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. ഈശോയെ, ഈ മണിക്കൂറുകൾ അനുഗ്രഹത്തിൻ്റെ മണിക്കൂറാക്കി മാറ്റണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും സൗഖ്യവും എല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കാൻ കൃപ നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊന്ന് കരങ്ങൾ കൂപ്പി പിടിച്ച് നമ്മുടെ അടുത്ത് ഉള്ളവർക്ക് അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കും, സഹോദരങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളായിരിക്കാം, അവർക്ക് ഇടത്തും വലത്തും പിറകിലൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു മാലാഖമാരെ കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ സ്വർഗം നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. ഈ മാലാഖമാര് അവര് അറിയപ്പെട്ടത് പോലും അവരുടെ പേരിൽ തന്നെയാണ്. എന്താണ്? സൈന്യങ്ങളുടെ കർത്താവേ എന്നാണ് അവർ ദൈവത്തെ വിളിച്ചത്. സൈന്യങ്ങളുടെ കർത്താവേ. അപ്പോൾ ദൈവത്തിൻ്റെ നാമധേയത്തോട് ചേർന്ന് മാലാഖമാരുടെ ആ ശക്തി കൂടി ഒരു ചേർത്ത് വയ്ക്കുക. സൈന്യങ്ങളുടെ കർത്താവ്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പോലും നമ്മൾ ഈ മാലാഖമാരെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. എന്താണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത് പറയാണ് ദൃശ്യവും അദൃശ്യവുമായ. അപ്പോൾ ദൃശ്യവുമുണ്ട് അദൃശ്യവുമുണ്ട്. ദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരൊക്കെ, അദൃശ്യമായ സൃഷ്ടികൾ അത് മാലാഖമാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ മാലാഖമാരെ ദൈവം സൃഷ്ടിച്ച് നമുക്ക് വേണ്ടി, നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി, നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ ആക്കിയിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേർക്ക് ഈ വലിയൊരു തിരിച്ചറിവും ബോധ്യവും ഉണ്ടായിരുന്നു? നമ്മുടെ പ്രിയപ്പെട്ട ഷാർലോച്ചനിലൂടെ, ബോസ്കോച്ചനിലൂടെയൊക്കെ നമ്മൾ ഈ മാലാഖമാരുടെ സേവനങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടായി. വളരെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പവറിനെ കുറിച്ച്, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ സന്തോഷ് ബ്രദറിലൂടെ നമ്മൾ കേട്ടു. നമ്മൾ ഇന്നേ ദിവസം
നമ്മൾ കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മുഖ്യദൂതന്മാരിൽ റഫായേൽ, ഗബ്രിയേൽ എന്ന 2 ദൂതന്മാരെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ ലൂക്കായുടെ തിരുവചനത്തിലെ 12-ാം അധ്യായം 54 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. വിശുദ്ധ ലൂക്ക 12-ാം അധ്യായം 54 മുതൽ നമ്മളിങ്ങനെ വായിക്കും. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. വീണ്ടും 56-ാം വാക്യത്തിൽ പറയാം, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കർത്താവ് നമ്മളോട് ശക്തമായി ചോദിക്കുന്ന ഒരു ചോദ്യമിതാ. നിങ്ങൾ ആകാശത്ത് മേഘങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നറിയാം. തെക്കൻ കാറ്റടിക്കുമ്പോൾ നിങ്ങൾ പറയും അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾക്കറിയാം. കർത്താവ് ചോദിക്കുക, കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത? ഈ കാലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പരിശുദ്ധ അമ്മ മാതാവ് സ്റ്റെഫാനോ ഗോപി എന്ന് പറയുന്ന ഒരു പുരോഹിതനിലൂടെ നമുക്ക് നൽകുന്ന ഏതാനും ചില സന്ദേശവാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതിലെ ഒരു സംഭവം ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മ പറയുകയാണ്, സ്റ്റെഫാനോ ഗോപിയിലൂടെ പറയുകയാണ്, ഇത് പിശാചിൻ്റെയും അന്ധകാരത്തിൻ്റെ അരൂപിയുടെ ശക്തിയുടെ സമയമത്രേ. സ്ക്രീനിലേക്ക് നോക്കി അത് വ്യക്തമായിട്ടൊന്ന് വായിക്കണം നിങ്ങൾ. ഇവിടെ പറയുകയാണ്, ഇത് പിശാചിൻ്റെയും അന്ധകാരത്തിൻ്റെ അരൂപിയുടെ ശക്തിയുടെ സമയമത്രേ. ഇത് അവരുടെ മണിക്കൂറാണ്. അവൻ്റെ വിജയത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന സമയവും ഇതുതന്നെയാണ്. ഇത് അവരുടെ മണിക്കൂറാണെങ്കിലും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം ഹ്രസ്വമത്രേ. അവരുടെ വിജയത്തിൻ്റെ ദിവസങ്ങളും എണ്ണപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ശരിക്കും മനസ്സിലാക്കണം. ഇന്നലെ അതിനെക്കുറിച്ച് പ്രിയപ്പെട്ട സന്തോഷ് ബ്രദർ പങ്കുവച്ചു. വിശുദ്ധ ലിയോ 13 മാർപ്പാപ്പയ്ക്കുണ്ടാകുന്ന ദർശനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനോട് ലൂസിഫർ സംസാരിക്കുന്നു. നിന്റെ ജനത്തെ, നിന്റെ സഭയെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഈശോ ചോദിക്കുന്നു, നിനക്ക് എത്ര കാലയളവാണ് വേണ്ടത്? 100 വർഷം എന്ന് അവൻ പറയും. 100 വർഷം അവൻ സമ്മതിച്ചു കൊടുക്കുന്നു. അതാണ് പരിശുദ്ധ അമ്മ ഇവിടെ പറയുന്നത്. ഇത് പിശാചിൻ്റെ കയ്യിൽ ഈ സഭയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അതാ പറയുന്നത്, ഇത് പിശാചിൻ്റെയും അന്ധകാരത്തിൻ്റെയും അരൂപിയുടെ ശക്തിയുടെ സമയമാണ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇത് അവരുടെ മണിക്കൂറാ. അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക ഈ മണിക്കൂറുകൾ. എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ്റെ വിജയത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന സമയവും ഇത് തന്നെയാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, അവൻ്റെ വിജയത്തിൻ്റെ സമയമെന്നല്ല അമ്മ മാതാവ് പറയുന്നത്. അവൻ്റെ വിജയത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അവൻ ജയിച്ചു എന്ന് തോന്നിക്കുന്ന സമയമായത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് കത്തോലിക്ക സഭ തകർന്നു പോയി, സഭയിലെന്നും പ്രശ്നങ്ങളാണ്, സഭയിലെന്നും അടിയാണ്, കേസാണ്, വഴക്കാണ്. കർദിനാളിനെതിരെ കേസ്, മെത്രാന്മാരങ്ങനെ, വൈദികരിങ്ങനെ, സമർപ്പിതരിവിടെ, വിശ്വാസികൾ അങ്ങനെ. സഭ തീർന്നു, കത്തോലിക്ക സഭ തീർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 16:18, നരക കവാടങ്ങൾ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയാൻ സാധിക്കണം, കർത്താവിൻ്റെ സഭ തകരുകയില്ല. കർത്താവിൻ്റെ സഭയെ തകർക്കാൻ സാത്താന് സാധിക്കത്തില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവൻ ചില കൊച്ചു കൊച്ചു അസ്വസ്ഥതകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കും.
അവന് വിജയമാണെന്ന് തോന്നിക്കുന്ന പ്രതീതി അവനുണ്ടാക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? അവിടെ പറയുകയാണ്, അവരുടെ മണിക്കൂറാണെങ്കിലും അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയം കുറച്ച് മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം. അവരുടെ വിജയത്തിൻ്റെ ദിവസങ്ങളും എണ്ണപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിലെ എല്ലാ തന്ത്രങ്ങളും പൂർണ്ണമായി തീരാൻ പോവുക. അവസാന സഭ അതിൻ്റെ പൂർണ്ണമായ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നത്, സഭ അതിൻ്റെ പൂർണ്ണമായ മഹത്വത്തിലേക്ക് കടന്നു വരുന്നത് കാണാൻ പറ്റും. അതാർക്കാ കാണാൻ പറ്റുന്നത്? അന്ന് ആ സഭയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പിടി മക്കളുണ്ടാകും. ഈ അവമാനത്തിൻ്റെയും ഈ നിന്ദനത്തിൻ്റെയും ഈ പരിഹാസത്തിൻ്റെയും ഈ ഒറ്റപ്പെടുത്തലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും സമയങ്ങളിൽ സഭയെ പൊതിഞ്ഞു പിടിച്ച് സഭയോട് ചേർന്ന് നിൽക്കുന്ന ചില ജീവിതങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അവർക്ക് മാത്രമേ ഈ മഹത്വീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മഹത്വീകരിക്കപ്പെടാൻ പോകുന്ന ഈ സഭയിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ അമ്മ പറയുകയാണ്, സർപ്പത്തിനും അവന്റെ അനുഗാമികൾക്കുമെതിരെ നടക്കുന്ന ഘോരയുദ്ധത്തിൽ ദൂതന്മാരും മുഖ്യദൂതന്മാരും സ്വർഗീയ സൈന്യം മുഴുവനും നിങ്ങളോട് കൂടെ ചേരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവ് നമുക്ക് വലിയ ബോധ്യം നൽകുക. എന്താ നൽകുന്നത്? ഈ പിശാചിനും അവന്റെ സൈന്യങ്ങൾക്കുമെതിരെ നടക്കുന്ന ഈ ഘോരയുദ്ധം, ഈ യുദ്ധത്തിൽ ദൂതന്മാരും മുഖ്യദൂതന്മാരും സ്വർഗീയ സൈന്യം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പിന്നെ നമ്മളെന്തിനെ പേടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സഭ നശിച്ചു, സഭ തീർന്നു, സഭയുടെ പണി തീർന്നു, ഇതൊക്കെ പറയുന്ന വ്യക്തികൾക്ക് ഈ ബോധ്യമില്ല. ഏത് ബോധ്യമില്ല? നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പൊരുതാൻ സ്വർഗത്തിലെ വലിയ സൈന്യ നിരയുണ്ടെന്നുള്ള തിരിച്ചറിവില്ല. ഈ തിരിച്ചറിവ് എങ്ങനെയാണ് ഇല്ലാതെ പോയെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ സാത്താൻ ചെയ്ത വലിയൊരു കെണി എന്താണെന്നറിയാമോ? അനേകം മക്കളുടെ ബുദ്ധിയിൽ ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല, ഈ ചിന്തകളൊക്കെ കൊടുത്തിട്ട് നീ ചിലരെങ്കിലും ദൈവമുണ്ട്, സ്വർഗമുണ്ട്, നരകമൊക്കെ ഉണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അവർക്ക് കൊടുത്ത മറ്റൊരു ചിന്ത എന്താണ്? പിശാചുമില്ല, മാലാഖമാരും ഒന്നുമില്ല. അതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്. ഈ ഒരു ചിന്ത ഇന്ന് ലോകത്തിൽ പിശാച് അനേകരുടെ മനസ്സിൽ കൊടുത്തിരിക്കുക. എന്നാൽ പരിശുദ്ധ അമ്മയോട് പഠിപ്പിക്കുകയാണ്, നമ്മുടെ കൂടെ സ്വർഗ സൈന്യ ഗണങ്ങൾ മുഴുവനുണ്ടെന്ന്. ഇത് അംഗീകരിക്കാൻ പലർക്കും പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അനേകരിന്ന് സ്വീകരിക്കുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കൂട്ടായ്മയിൽ ഒരു സഹോദരൻ പങ്കുവച്ച സംഭവം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, നമുക്ക് ദൈവം എല്ലാ കാര്യങ്ങളും വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ബൈബിള് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് അതുകൊണ്ട് വേറെ ഒരു പുസ്തകവും നമുക്ക് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ സ്റ്റെഫാനോ ഗോപിക്ക് കൊടുത്ത സന്ദേശങ്ങളോ, അല്ലെങ്കിൽ ബെർണദിത്തായ്ക്ക് കൊടുത്ത സന്ദേശങ്ങളോ, ഫാത്തിമായി കൊടുത്ത സന്ദേശങ്ങളോ, ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമൊക്കെ അവിടെ മാറ്റിവെച്ചേക്ക്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമുക്ക് ഈ ബൈബിളുണ്ട്. ശരിയാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ബൈബിളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അത് തന്നെയാണ് വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ പങ്കുവെക്കുന്നത്. പക്ഷേ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. ഈ ഒരു തിരിച്ചറിവിലേക്ക് കടന്നു വരാൻ ദൈവജനം തയ്യാറാകുന്നില്ല. അതൊരു വലിയ ഒരു കെണിയാണത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുകയാണ്, പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇതുകൊണ്ടത്രേ കർത്താവിൻ്റെ മാലാഖമാർക്ക് നിങ്ങളെ തന്നെ ഭരമേൽപ്പിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. അവരുമായി ഉറ്റ സ്നേഹബന്ധം പുലർത്തുക. കാരണം നിങ്ങളുടെ സ്നേഹിതരെയും പ്രിയപ്പെട്ടവരെയും കാൾ അവർ നിങ്ങൾക്ക് സമീപസ്ഥരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്താ പരിശുദ്ധ അമ്മ പറയുന്നതെന്നറിയാമോ? ഇതുകൊണ്ട് നമ്മൾ മാലാഖമാർക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കണം. മാലാഖമാർ, കാവൽ മാലാഖയോട് പറയണം, കാവൽ മാലാഖെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്,
രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർ ആരാ പ്രിയപ്പെട്ടവരെ? നമ്മളാണ്. അപ്പം നമുക്ക് സേവനം ചെയ്യാൻ ദൈവം നൽകിയിരിക്കുന്നതാണ് മാലാഖമാരെ. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്നലെ വിശുദ്ധ മിഖായേലിനെ കുറിച്ച് നമ്മൾ കേട്ടു. നമ്മൾ റഫായേലിനെ കുറിച്ചും ഗബ്രിയേലിനെ കുറിച്ചും നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഈ മാലാഖമാരേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് ദൈവം തൻ്റെ മക്കളായ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, ഹെബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. ഏത് ദൂതനോടാണ് നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനും ആയിരിക്കും എന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മിഖായേലിനോടോ വിശുദ്ധ ഗബ്രിയേലിനോടോ വിശുദ്ധ റഫായേലിനോടോ ദൈവം പറഞ്ഞിട്ടില്ല നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ടില്ല, മകളാണെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് നമ്മളോട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് സേവനം ചെയ്യാൻ, നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്, സൃഷ്ടിച്ച് നൽകിയിരിക്കുന്നതാണ് ഈ മാലാഖമാരെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെയാണ് ഈ മാലാഖമാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ മാലാഖമാരുടെ സഹായം നമുക്ക് എത്രമാത്രം വലുതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ പറഞ്ഞാൽ അതൊന്ന് കേട്ട് അതെല്ലാം അനുസരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരായി ഈ മാലാഖമാർ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ അതിൻ്റെ 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. പൗലോസ് ഒരു കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന ആ സമയത്ത്, കപ്പൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഇത് ഒരു വലിയ അപകടത്തിലേക്ക് നമ്മൾ പോകും, നമ്മളിപ്പോൾ യാത്ര ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് പറയുന്നത് കേൾക്കാതെയാണ് അവരെ യാത്ര ആരംഭിക്കുന്നത്. അവസാനം നമുക്കറിയാം 27-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ഇപ്പോൾ ധൈര്യമായിരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. കപ്പൽ തകർന്നു പോകുമെന്നല്ലാതെ നിങ്ങൾക്കാർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. അപ്പോൾ പൗലോസ് തുടക്കത്തിൽ പറഞ്ഞതാണ്, ഈ യാത്ര നമുക്കൊന്ന് മാറ്റിവെക്കാം, ഇത് ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് കേൾക്കാതെ കപ്പൽ യാത്ര ആരംഭിച്ചതാണ്. അവസാനം കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് വലിയ പ്രതിസന്ധിയിലായപ്പോൾ ജനമെല്ലാം നിലവിളിക്കാനും കരയാനും ബഹളം വെക്കാനും തുടങ്ങിയപ്പോൾ പൗലോസ് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇപ്പം നിങ്ങൾ ബഹളം വെക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളോട് ഞാൻ പറയുകയാണ്, കപ്പൽ തകർന്നു പോകും. പക്ഷേ നമുക്കാർക്കും നമ്മുടെ ജീവന് അപകടം സംഭവിക്കത്തില്ല. കാരണം എന്താണ്? കാരണം പറയുകയാണ് 23-ാം വാക്യം, എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഈ കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, നീ ജീവന് മാത്രമേ അപകടം സംഭവിക്കത്തില്ല, കപ്പൽ മാത്രമേ തകർന്നു പോകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, കർത്താവിൻ്റെ ദൂതൻ പൗലോസിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണത്. പൗലോസിനോട് പറയാനായിട്ട് കർത്താവ് ദൂതനോട് പറഞ്ഞു, ദൂതൻ ഓടി ഒന്ന് പറയുകയാണ് ഈ സംഭവം. ഇത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെയും കൂടെ ഇതുപോലെ കർത്താവിൻ്റെ ദൂതന്മാർ വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്, നമുക്ക് ബോധ്യങ്ങൾ തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ മാലാഖമാരുടെ സഹായം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ വിശുദ്ധ മുഖ്യദൂതനായ 3 പേരിലും മിഖായേലിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ മിഖായേലിൻ്റെ പ്രത്യേകത ഇവിടെ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. സ്റ്റെഫാനോ ഗോപിക്ക് കൊടുത്ത സന്ദേശത്തിൽ, ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് കൊടുത്ത സന്ദേശത്തിൽ പരിശുദ്ധ അമ്മ പറയുകയാണ്, വിശുദ്ധ മിഖായേൽ പ്രധാനമായും ഇടപെടുന്നത് ചിരകാല ശത്രു ലൂസിഫറിനോട് എതിരിടാനായിരിക്കും. അവസാന വിനാഴികയിൽ അയാൾ അന്തിക്രിസ്തുവിൻ്റെ എല്ലാ അന്ധകാര ശക്തിയുമായി പ്രത്യക്ഷപ്പെടും. മിഖായേലിൻ്റെ ജോലിയാണ് അയാളോട് യുദ്ധം ചെയ്ത് അയാളെ കീഴ്പ്പെടുത്തി പായിച്ച് ഇരുട്ടിൻ്റെയും
തീയുടെയും രാജ്യത്ത് തളച്ചിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ അത് കേട്ടതായതുകൊണ്ട് നമ്മൾ അതിനെ മാറ്റിവെക്കുകയാണ്. നമ്മൾ ഇന്നലെ കേട്ടു, സഭയ്ക്കെതിരെ വരുന്ന സകല പൈശാചിക ആക്രമണങ്ങളെയും നേരിട്ട് അറ്റാക്ക് ചെയ്ത് പരാജയപ്പെടുത്താൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു മുഖ്യ ദൂതന്മാരിൽ ഒരു മുഖ്യ ദൂതനാണ് വിശുദ്ധ മീഖായേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 രണ്ടാമത്തെ മേഖല പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യ മാലാഖ റഫേലിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കാര്യം ഭീമ പോരാട്ടത്തിൽ ഒരു വിഷഗ്വരനായി പങ്കെടുത്ത് നിങ്ങളുടെ സഹായത്തിനെത്തി പീഡിതരെയും മുറിവേറ്റവരെയും സുഖപ്പെടുത്തുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ രണ്ടാമത്തെ മുഖ്യദൂതന്മാരിൽ രണ്ടാമത്തെ ആളായ റഫായേൽ, ഈ റഫായേലിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സാത്താനുമായിട്ടുള്ള പോരാട്ടം നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ മുറിവേൽക്കുന്ന, പരിക്ക് പറ്റുന്ന വ്യക്തികൾക്ക് സൗഖ്യം നൽകുന്ന ഒരു ഡോക്ടറായി, സൗഖ്യം നൽകുന്ന ഒരു വൈദ്യനായി കടന്നു വരുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരു മാലാഖയാണ് വിശുദ്ധ റഫായേൽ മാലാഖ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഷബാനോ ഗോപിക്ക് കൊടുത്ത, ഫാദർ ഷബാനോ ഗോപിക്ക് കൊടുത്ത മെസ്സേജിൽ അമ്മ വീണ്ടും പറയുകയാണ്, ഒരിക്കൽ അവൻ, ആരാണ്? റഫായേൽ. ഒരിക്കൽ അവൻ തോബിത്തിന് കാഴ്ച തിരികെ കൊടുത്തതുപോലെ പാപങ്ങളാലും തെറ്റുകളാലും നിങ്ങളുടെ കാലത്തെ വലിയ അന്ധകാരത്താലും കുരുടാക്കപ്പെട്ട കോടിക്കണക്കിനുള്ള എൻ്റെ സാധു കുട്ടികൾക്ക് അവൻ കാഴ്ച നൽകും. ഒരിക്കൽ കൂടെ അവർക്ക് സത്യത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ദിവ്യരൂപം ദൃശ്യമാകും. അതിൽ വിശ്വസിക്കുകയും അതവരെ ധ്യാനനിരതരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 എന്താണ് പരിശുദ്ധ അമ്മ പറയുന്നതെന്ന് അറിയാമോ? ഈ റഫായേൽ മാലാഖ വന്നിട്ട് സൗഖ്യം നൽകുന്നത് എങ്ങനെയാണെന്നറിയാമോ? പാപത്താലും തെറ്റുകളാലും നിങ്ങളുടെ കാലത്തെ വലിയ അന്ധകാരത്താലും കുരുടാക്കപ്പെട്ട കോടിക്കണക്കിനുള്ള എൻ്റെ സാധു കുട്ടികൾക്ക് അവൻ കാഴ്ച നൽകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വളരെ സത്യമാണ് ഈ സംഭവം. എന്താണെന്നറിയാമോ? ഇന്ന് ലോകത്തിൽ തെറ്റായ കുറേ പ്രബോധനങ്ങൾ, ദൈവമില്ല, നിരീശ്വരവാദ ചിന്തകൾ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് വികലമായ ചിന്തകൾ, ഇങ്ങനെയൊക്കെ നമ്മുടെ ലോകത്തിൽ പിശാച് ഭയങ്കരമായ തെറ്റായ ബോധ്യങ്ങളിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും ഒക്കെ വളരെ തെറ്റായ ചിന്തകളാണ് ഈ കാലഘട്ടത്തിൽ പിശാച് ദൈവജനത്തിന് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, മറ്റ് സിനിമ, സീരിയലുകൾ, ഇതിലൂടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിൽ ഈ പൈശാചികമായ ചിന്തകളാണ് കിടക്കുന്നത്. പൈശാചികമായ ചിന്തകൾ. ഞാൻ ഒരു ദിവസം ഒരു ധ്യാനത്തിൽ പാലക്കാട് മരിയൻ റിന്യൂവൽ സെൻ്ററിൽ അവിടെ കുട്ടികൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിയെ, ഒരു ആൺകുട്ടിയെ കണ്ട് അവനുമായി സംസാരിച്ചപ്പോൾ അവൻ പറയുമായിരുന്നു, അവൻ കുറേ വർഷങ്ങളായിട്ട് ഓജോ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ഓജോ ബോർഡ് പിശാചിനെ വിളിച്ചു വരുത്തുന്ന ഒരു ആഭിചാര കർമ്മമാണത്. അവനത് ചെയ്തുകൊണ്ടിരിക്കുക. അവനൊന്ന് ക്ലാസ്സിലിരിക്കാൻ പറ്റുന്നില്ല, വചനം കേൾക്കാൻ പറ്റുന്നില്ല, കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിനക്കിത് എവിടെ നിന്ന് കിട്ടി? നിന്നെ ആര് പഠിപ്പിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞത് കേൾക്കണോ? അവനൊരു സിനിമ കണ്ടു. ആ കാലഘട്ടത്തിൽ ഏതോ ഒരു സിനിമ, മലയാള സിനിമ. ആ സിനിമയിൽ ഇങ്ങനെ കളമൊക്കെ വരച്ച് അതിനകത്ത് ഇങ്ങനെ കോയിനൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കുന്ന കണ്ടു. അത് കണ്ട് പരീക്ഷിച്ച് നോക്കിയതാ. അവൻ പറയാണ്, ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് പരീക്ഷിച്ചതാ ബ്രദറെ. ആ സമയത്ത് ഈ കോയിൻ തനിയെ അനങ്ങാൻ തുടങ്ങി. പിശാചിൻ്റെ ഇടപെടൽ. എന്നിട്ട് ആ പയ്യൻ, എനിക്കൊന്ന് 8-ലോ 9-ലോ പഠിക്കണവൻ, അവൻ എന്നോട് പറയാണ്, എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുസ്വപ്നങ്ങൾ കാണും ബ്രദറെ. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വചനം കേൾക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായ അസ്വസ്ഥത. പിന്നീട് ആ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അവൻ നല്ലവണ്ണം ഒരുക്കി, അവനെ കുമ്പസാരിപ്പിക്കാനൊക്കെ ഒരുക്കി അവനെ വിട്ട് കുമ്പസാരിച്ച് കൗൺസിലിങ്ങിനൊക്കെ വിട്ട് ആ മകൻ തിരിച്ചു പോയപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് അവനോട് തിരിച്ചു പോയത്.
ഇത് ഒരു സംഭവമല്ല പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ എനിക്ക് കാണുവാനായിട്ട് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള തെറ്റായ കുറേ ബോധ്യങ്ങൾ, അന്ധകാരത്തിൻ്റെ ബോധ്യങ്ങൾ, പൈശാചികമായ ബോധ്യങ്ങൾ ഇന്ന് തലമണ്ടയിൽ കയറി കുരുടാക്കപ്പെട്ട കോടിക്കണക്കിനുള്ള ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവിക കാഴ്ച നൽകുവാൻ, വെളിപ്പെടുത്തലുകൾ നൽകുവാൻ, സ്വർഗത്തെക്കുറിച്ച് വലിയ ബോധ്യം നൽകുവാൻ ദൈവം അയച്ചിരിക്കുന്ന മാലാഖയാണ് റഫായേൽ മാലാഖ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മാലാഖ, ഈ റഫായേൽ മാലാഖയെ നമ്മൾ കാണുന്നത് തോബിത്തിന്റെ പുസ്തകത്തിലാണ്. തോബിത്തിന്റെ പുസ്തകം നമുക്കറിയാം. തോബിയാസിനോടൊപ്പം യാത്ര ചെയ്യുന്ന, തോബിയാസിന്റെ കൂട്ടുകാരനായി യാത്ര ചെയ്യുന്ന ഈ മാലാഖ അവൻ എന്താ ചെയ്തത്? തന്നെ 3-ാം അധ്യായം, തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 16ഉം 17ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. എൻ്റെ 16ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഇരുവരുടെയും പ്രാർത്ഥന ദൈവത്തിൻ്റെ മഹനീയ സന്നദ്ധിയിലെത്തി. ഇരുവരെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, തോബിയാസിൻ്റെ പ്രാർത്ഥന, അതുപോലെ തോബിത്തിൻ്റെ പ്രാർത്ഥന, സാറായുടെ പ്രാർത്ഥന, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 17ാം വാക്യത്തിൽ പറയുകയാണ്: അവർ ഇരുവർക്കും ഉപശാന്തി നൽകാൻ, തോബിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കം ചെയ്യാനും, റഗുവേലിൻ്റെ പുത്രി സാറായെ തോബിത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും, അസ്മേദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി. സാറായെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം. തോബിത് മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറിയതും റഗുവേലിൻ്റെ പുത്രി സാറ മുകളിലെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതും ഒരേ നിമിഷത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ തോബിയാസിന്റെ വീട്ടിൽ വലിയൊരു പ്രശ്നം എന്താണ്? തോബിയാസിന്റെ അപ്പനായ തോബിത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കിടക്കുന്നു, അന്ധനായി കിടക്കുന്നു. ഇവിടെ എക്ബത്താനായ റഗുവേലിന്റെ വീട്ടിൽ സാറ 7 പ്രാവശ്യം കല്യാണം കഴിച്ചു, ഭർത്താക്കന്മാർ മരിച്ചുപോയി. അതിൻ്റെ വേദന ഇവിടെ. ഈ 2 കുടുംബങ്ങളും പ്രാർത്ഥിക്കുക ദൈവത്തോട്. ഇവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിക്കുന്നത് ഈ റഫായേൽ മാലാഖയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ കണ്ണിലെ ഈ പടലം, അല്ലെങ്കിൽ വെളുത്ത പടലം, ആ കാഴ്ച മറയ്ക്കുന്ന വെളുത്ത പടലം തോബിയാസിൻ്റെ അപ്പനായ തോബിത്തിൻ്റെ കണ്ണിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് ഈ റഫായേൽ മാലാഖ ചെയ്യുന്നത്. നമ്മുടെ കണ്ണിലുള്ള ചില ചില അന്ധത, അപ്പനെ അപ്പനായി കാണാൻ പറ്റാത്ത, അമ്മയെ അമ്മയായി കാണാൻ പറ്റാത്ത, സഹോദരനെ സഹോദരനായി, അല്ലെങ്കിൽ സഹോദരിയെ സഹോദരിയായി കാണാൻ പറ്റാത്ത ചില അന്ധത ഇന്ന് ലോകത്ത് ബാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, പണമുണ്ടാക്കാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങളിൽ പോലും മായം കലർത്തി വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ, പണത്തിനു വേണ്ടി മാതാപിതാക്കളെ കൊല്ലാൻ മടിക്കാത്ത മക്കളുടെ ഒരു കാലഘട്ടമാണ് ഇതെന്ന് ഓർക്കണം. പണത്തിനു വേണ്ടി എന്തു ചെയ്യാനും മടിക്കാത്തൊരു കാലഘട്ടം. തെറ്റായ ചില ബോധ്യങ്ങൾ ഈ കാലഘട്ടത്തിലൊക്കെ കുറേ മനുഷ്യരെ പിശാച് ഇത്തരത്തിലുള്ള അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടിരിക്കുക. ചിലരെങ്കിലുമൊക്കെ ചില തെറ്റായ ബോധ്യങ്ങളിലേക്ക് പോയിട്ട് ചിലരൊക്കെ പറയുകയാണ്, സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ആൾക്കാരെ കൊന്നാൽ മതി. ആരെയാ കൊല്ലേണ്ടത്? ഞങ്ങളുടെ കൂടെ ചേരാത്തവരെ കൊന്നാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടും. ഒരു പൈശാചികമായ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ അത്. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചില ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ, നമുക്ക് താലിബാനിലും അല്ലെങ്കിൽ നൈജീരിയയിലും അവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ കുറേ വിശ്വാസികളെയൊക്കെ കൊല്ലുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവരെ പിശാച് പഠിപ്പിച്ചു വച്ചിരിക്കുക. സാത്താൻ്റെ പ്രബോധനമാണത്, പിശാചിൻ്റെ പഠനമാണത്. എന്താണത്? അവരോട് കൂടെ ചേരാത്തവരെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. അങ്ങനെയാണ് നമ്മുടെ യുവതി യുവാക്കൾ ആ തെറ്റായ പ്രബോധനത്തിൽ ആകൃഷ്ടരായി ഈ ചാവേറുകളാകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒന്ന് സ്വർഗത്ത് പോയാൽ എന്താ കിട്ടുന്നത്? സ്വർഗത്ത് ചെന്നാൽ അവിടെ മദ്യത്തിൻ്റെ നദിയാണ്. ഇവിടെ ഒരു കുപ്പിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്രയോ മണിക്കൂറാണ് പോയി ക്യൂ നിൽക്കേണ്ടത്, എന്തുമാത്രം രൂപയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അവർക്ക് കൊടുത്ത ബോധ്യം എന്താണെന്നറിയാമോ? ഇവിടെ അവരുടെ കൂടെ നിൽക്കാത്തവരെ കൊന്നാൽ സ്വർഗത്ത് പോകാം. സ്വർഗത്ത് എന്നാൽ പിന്നെ ബ്രാൻഡി വേണോ, വിസ്കി വേണോ, വോഡ്ക വേണോ, എന്തു വേണോ, അതെല്ലാം അവിടെ നദിയാ. അവിടെ ഇറങ്ങി കുടിച്ചാൽ മതി.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും സ്ഥലമായിട്ട് സ്വർഗത്തെ വിവരിച്ചുകൊണ്ട് അനേക കുഞ്ഞുങ്ങളെ, അനേക യുവതിവാക്കളെ ആ തെറ്റായ ബോധ്യത്തിലൂടെ നശിപ്പിച്ച് കളയുന്ന പിശാചിൻ്റെ, പുരാതന സർപ്പത്തിൻ്റെ ഒരു വലിയ കെണി, ഈ കെണിയെ തകർക്കാനായി ദൈവം അയച്ചിരിക്കുന്ന മാലാഖയായ റഫായേൽ മാലാഖയെ നമ്മൾ ചേർത്ത് പിടിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചേർത്ത് പിടിക്കണം. ഈ റഫായേൽ മാലാഖ എന്താ ചെയ്തത്? തോബീതിൻ്റെ വീട്ടിൽ ചെന്നിട്ട്, തോബിയാസിൻ്റെ ജീവിതത്തിൽ എന്താ ചെയ്തത്? ഈ തോബിയാസിനെ കൊണ്ട് പോകുന്ന എവിടെയാണ്? സാറായുടെ വീട്ടിലേക്കാണ്. സാറ 7 പ്രാവശ്യം വിവാഹം നടന്നു. ഭർത്താക്കന്മാർ ആദ്യ രാത്രി മരിച്ചു പോവുകയാണ്. അവൾ വേദനയോട് കൂടിയിരിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ തോബിയാസിനെയും കൊണ്ട് അവിടെ ചെന്നിട്ട് ഈ റഫായേൽ മാലാഖ തോബിയാസിനോട് പറയാണ്, നീ ഇവളെ വിവാഹം ചെയ്യണം. എന്താ കാരണം? അതിൻ്റെ 6-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ, തോബീതിൻ്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, റഗുവേൽ മോശയുടെ നിയമമനുസരിച്ച് റഗുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ, അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും. കാരണം മറ്റാരെയുംക്കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, മനുഷ്യന് ഇണയെ കൊടുക്കുന്നത് ദൈവമാണ്. എങ്ങനെയുള്ള ഇണയെ കൊടുക്കുന്നത്? ചേർന്ന ഇണയെ കൊടുക്കും. ചേർന്ന ഇണയെ. അനേക യുവതി യുവാക്കള് കൂടെ പഠിക്കുന്നവരെ, കൂടെ ജോലി ചെയ്യുന്നവരെ കണ്ട് ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ. നീ ചോദിച്ചോ ദൈവത്തോട്, ദൈവമേ, ഇത് നീ എനിക്ക് അനുവദിച്ചതാണോ? നീ എനിക്ക് വേണ്ടി ഒരുക്കിയതാണോ? ഇത് ചോദിച്ചിട്ടാണോ നീ അതിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്? നീ ചിലരൊക്കെ ജീവിത പങ്കാളിയെ സ്വന്തമാക്കുന്ന എങ്ങനെയാ? ഒരുപക്ഷെ സൗന്ദര്യം കണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ പ്രത്യേകതകൾ കണ്ട് ഇഷ്ടപ്പെടുകയാ. ദൈവത്തിന് ഇത് ഇഷ്ടമാണോ എന്ന് തിരക്കുമോ നീ? ചില മാതാപിതാക്കൾ മക്കൾക്ക് ജീവിത പങ്കാളിയെ ഒരുക്കും. എങ്ങനെയാണ്? കാനഡയിൽ പോയതാണോ, അല്ലെങ്കിൽ കാനഡ ജോലിയാണോ, അമേരിക്ക ജോലിയാണോ, UK ജോലി, ഓസ്ട്രേലിയയാണോ ജോലി, ഡോക്ടറാണോ, നേഴ്സാണോ, എൻജിനീയറാണോ, കാറുണ്ടോ, എസ്റ്റേറ്റ് ഉണ്ടോ? പ്രിയപ്പെട്ടവർ, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം കർത്താവിനോട് ചോദിക്കണം. ആലോചനകൾ വരുമ്പോൾ തമ്പുരാന്റെ മുമ്പിൽ ശാന്തമായിരുന്നു ചോദിക്കണം, ദൈവമേ, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ജീവിത പങ്കാളിയായി ഈ വന്ന ആലോചന ഈ മകനെയാണോ, ഈ മകളെയാണോ നീ അനുവദിക്കുന്നത്? ചോദിക്കണം പ്രിയപ്പെട്ടവരെ, ചോദിക്കണം. നമ്മൾ അതിനേറ്റവും നല്ല മാർഗം റഫായേൽ മാലാഖയോട് പറയണം, റഫായേൽ മാലാഖേ, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് അനുയോജ്യയായ ദൈവം ഒരുക്കിയിരിക്കുന്ന വ്യക്തിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുതരണമെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇടപെടും. ഇവിടെ തോബിയാസിന് മാത്രമേ സാറായെ സ്വന്തമാക്കാൻ പറ്റൂ. ദൈവം തോബിയാസിനെ ആണ് സാറായെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സാറായി വിവാഹം ചെയ്ത 7 പേരും മരിച്ചു? എന്തുകൊണ്ടാണ്? കാരണം വേറൊന്നുമില്ല, അവർക്കാർക്കും സാറായെ തൊടാൻ പറ്റത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. സാറ നല്ലൊരു മകളാണ്, വിശുദ്ധയായ ഒരു മകളാണ്. അതുകൊണ്ട് ദൈവം അനുവദിക്കാത്തൊരു പുരുഷൻ അവളെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. അബ്രഹാത്തിന്റെ ഭാര്യയായ സാറായെ അബീമേലെക്ക് തട്ടിക്കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനം വലിയ ദുരിതങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അബീമേലെക്ക് സാറായെ തിരിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ അവളെ തൊട്ടിട്ട് പോലും ഇല്ല. ദൈവം പറയുന്നുണ്ട്, നീ അവളെ തൊടാതിരുന്നത് നിന്റെ മിടുക്കല്ല, ഞാൻ അനുവദിക്കാതിരുന്നതാ. എത്ര കുഞ്ഞുങ്ങളാ പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ അവിശുദ്ധമായ ജീവിതങ്ങളിലേക്ക് പോകുന്നത്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുക, വിവാഹം എല്ലാവരുടെ ഇടയിലും മാന്യമായി കരുതപ്പെടട്ടെ, മണവറ മലിനമാകാതിരിക്കണം. വിവാഹത്തിനൊരു മാന്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. വല്ലവൻ്റെയും കൂടെ കറങ്ങി നടന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി, പാർക്കിലും പോയി, ബീച്ചിലും പോയി, ഹോട്ടലിലും പോയി, സിനിമാ തിയേറ്ററിലും പോയി അവിശുദ്ധമായ ജീവിതത്തിൽ ജീവിച്ചിട്ട് അവസാനം മാതാപിതാക്കളുടെ മുമ്പിൽ ഭീഷണി മുഴക്കി സമ്മതിച്ചില്ലെങ്കിൽ മരിച്ചു കളയും,
അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കത്തില്ല, ഞാൻ നാട് വിട്ടു പോകും, ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി മാതാപിതാക്കൾ അവസാനം ഗതിമുട്ടി കെട്ടിച്ചു കൊടുത്ത് പള്ളിയിൽ വന്ന് കെട്ടി മണവറയിലേക്ക് പോകുമ്പോൾ ഓർക്കണം, ആ മണവറ അശുദ്ധമായ മണവറയാ. കാരണം ഒരുക്കമില്ലാത്ത ഹൃദയത്തോടെയാ നീ ആ മണവറയിൽ കയറിയിരിക്കുന്നത്. അശുദ്ധമായ മണവറയിൽ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ അശുദ്ധിയുടെ സന്താനങ്ങളാവും. അങ്ങനെ അശുദ്ധമാക്കപ്പെട്ട മണവറകളിൽ ഉണ്ടാകുന്ന അശുദ്ധിയുടെ സന്താനങ്ങളാ ഇന്ന് അപ്പനെ കൊല്ലാൻ, അമ്മയെ കൊല്ലാൻ കൊട്ടേഷൻ ഗുണ്ടകളെ അയക്കുന്നത്, കൊട്ടേഷൻ ഗുണ്ടകളായിട്ട് മാറുന്നത്, മദ്യത്തിൻ്റെ അടിമകളായി മാറുന്നത്. കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഉള്ളിൽ പൈശാചികതയുണ്ട്. ഇതെങ്ങനെ കടന്നു വന്നു? അശുദ്ധമായ മണവറയിലുണ്ടായ കുഞ്ഞാത്, അത് അശുദ്ധിയുടെ സന്താനമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എൻ്റെ മാതാപിതാക്കളെ, നിന്റെ മണവറ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ നീ അനുതപിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരുണയുള്ള ദൈവം, പാപത്തെ ക്ഷമിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വിശുദ്ധി നൽകും. നിന്റെ കുടുംബത്തെ, നിന്റെ ജീവിതത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തോബിത്തിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതൻ റഫായേൽ മാലാഖ തോബിയാസിനോട് പറയുകയാണ്, നീ പേടിക്കണ്ട, അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ്, നീ അവളെ രക്ഷിക്കും, നീ അവളെ രക്ഷിക്കും. അവളൊരു പിശാചുണ്ട്, അവളിലുള്ള പിശാചിനെ ബന്ധിക്കാൻ ദൈവം നിയമിച്ചിരിക്കുന്ന നിന്നെയാ, നിനക്ക് അവളെ രക്ഷിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, റഫായേൽ എന്ന് പറഞ്ഞാൽ, റഫായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സൗഖ്യം, ദ ഗോഡ് ഹാസ് ഹീൽഡ് എന്നാണ്. ദൈവം സുഖപ്പെടുത്തി, ദൈവം സൗഖ്യപ്പെടുത്തി. ഈ സൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിലെ സൗഖ്യം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് ആത്മാവില്, മനസ്സില് സൗഖ്യം കിട്ടും. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഒക്കെ നമുക്ക് സൗഖ്യം കിട്ടും. റഫായേൽ മാലാഖയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യഹൂദ പാരമ്പര്യമനുസരിച്ച് ഈ റഫായേൽ മാലാഖയെക്കുറിച്ച് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണാം, അബ്രഹാം മാമ്രയുടെ ഓക്കുമരത്തോപ്പിലിരിക്കുന്ന സമയത്ത് മൂന്ന് മനുഷ്യർ അബ്രഹാത്തെ കാണാൻ വരും. അബ്രഹാത്തിന് അറിയത്തില്ല അവരാരാണെന്ന്. 3 ചെറുപ്പക്കാരാണ് വരുന്നത്. അബ്രഹാം അവരെ ദൈവദൂതന്മാരാണെന്നും അറിയാതെ അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചവർ പോകാൻ നേരത്ത് ആ 3 ചെറുപ്പക്കാർ അവർ പറഞ്ഞു, അബ്രഹാമേ, നിനക്ക് മക്കളില്ലല്ലേ? അടുത്ത വസന്തത്തിൽ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നിനക്കൊരു സന്താനം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ആ കാലഘട്ടത്തിൽ വന്ധ്യത എന്ന് പറയുന്നത് ശാപത്തിന്റെ ലക്ഷണമാണ്. ഇത് നോക്ക് പ്രിയപ്പെട്ടവരെ, അബ്രഹാത്തിന്റെ ജീവിതം ശപിക്കപ്പെട്ട ജീവിതമെന്ന നാട്ടുകാരൊക്കെ പറയുന്നത്. കാരണം അതിൻ്റെ അടയാളമാണ് മക്കളില്ല, വന്ധ്യതയാണ്. ശപിക്കപ്പെട്ട കുടുംബത്തിലേക്ക്, ശപിക്കപ്പെട്ട ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ മാലാഖ 3 മാലാഖമാരെ ദൈവം അയച്ചു. അതിൽ ഒന്ന് യഹൂദ പാരമ്പര്യമനുസരിച്ച് റഫായേൽ മാലാഖയാണ്. ഈ റഫായേൽ മാലാഖ ആ കുടുംബത്തിൽ വന്നു. അബ്രഹാം അവനെ സ്വീകരിച്ചു, അവനെ പരിചരിച്ചു. ആ ശാപം നീങ്ങിപ്പോയി. കുടുംബങ്ങളുടെ ശാപത്തെ മാറ്റുന്ന മാലാഖയാണ് റഫായേൽ മാലാഖ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശപിക്കപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഓർത്തോ, ശപിക്കപ്പെട്ട കുടുംബങ്ങൾ, നിന്റെ കുടുംബം ശപിക്കപ്പെട്ടതിൻ്റെ പേരിൽ നീ പരാതിയും നീ വേദനയുമായിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നീ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദൈവം നിന്നെ സഹായിക്കാനായി ഒരു ദൂതനെ തന്നിട്ടുണ്ട്. റഫായേൽ മാലാഖയെ നീ വിളിക്കണം,
സ്നേഹത്തോടെ വിളിക്കണം. നീ എന്നും പ്രാർത്ഥിക്കണം. റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥം നീ യാചിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് സേവനം ചെയ്യാൻ ദൈവം നൽകിയിരിക്കുന്നതാണ് അവരെ. നമ്മൾ ധൈര്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അവകാശത്തോടെ നമ്മൾ പറയുമ്പോൾ, മാലാഖ വന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് റഫായേൽ മാലാഖയെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്ന ബെഥെസ്ദാ കുളത്തിലെ വെള്ളമിളക്കുന്ന ദൂതനായിട്ടാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ബെഥെസ്ദാ കുളത്തിൽ ഒരു ദൂതൻ വന്ന് വെള്ളമിളക്കും. അപ്പോൾ ആദ്യം ചാടുന്ന ആൾ സൗഖ്യം പ്രാപിക്കും. അവിടെയാണല്ലോ യേശു ക്രിസ്തു ചെന്ന് 38 വർഷമായി കിടന്ന മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നത്. ഈ ബെഥെസ്ദാ കുളത്തിൽ വന്ന് കുളത്തിലെ വെള്ളമിളക്കുന്നത് റഫായേൽ മാലാഖയാണെന്നാണ് ക്രൈസ്തവ പാരമ്പര്യം വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന, കുടുംബങ്ങളുടെ ശാപങ്ങളെ മാറ്റുന്ന, യുവതീ യുവാക്കളുടെ ജീവിതത്തിൽ അവർക്ക് അനുയോജ്യമായ ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്ന, കൂടെ നിന്ന് സഹായിക്കുന്ന ഈ മാലാഖയെ നമ്മൾ കൂടെ കൂട്ടണം. നമ്മൾ എവിടെ പോയാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ റഫായേൽ മാലാഖയെ വിളിക്കണം. ഇതാ തോബിയാസ് റഫായേൽ മാലാഖയും കൂട്ടിക്കൊണ്ട് എക്ബത്താനയിലേക്ക് പോകുന്നത് അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി മാറി. നമുക്കൊരു നിമിഷം 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ റഫായേൽ മാലാഖ നമ്മുടെ ജീവിതത്തിലെ ശാപങ്ങൾ മാറ്റുവാൻ, നമ്മുടെ രോഗങ്ങൾ മാറ്റുവാൻ, നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റുവാനായി കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് സ്വരമുയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്ന കുടുംബങ്ങള്, ശാപം നിറഞ്ഞിരിക്കുന്ന കുടുംബങ്ങള്, വന്ധ്യത നിറഞ്ഞിരിക്കുന്ന കുടുംബങ്ങള്, തെറ്റായ സ്നേഹബന്ധത്തിലൂടെ പോകുന്ന യുവതി യുവാക്കള്, അവിശുദ്ധമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുമക്കള്, യേശുവേ അവിടുത്തെ മാലാഖയായ റഫായേലിന്റെ അത്ഭുത ഇടപെടലാൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശോ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. സ്വർഗ്ഗദൂതാ ഗബ്രിയേലേ ദൂതുമായി വന്നിടണേ. സ്വർഗ്ഗദൂതാ ഗബ്രിയേലേ ദൂതുമായി വന്നിടണേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. വിശുദ്ധ റാഫേൽ മാലാഖേ കടന്നു വന്നിടണേ. വിശുദ്ധ റാഫേൽ മാലാഖേ കടന്നു വന്നിടണേ. കുടുംബത്തെ തകർക്കും തിന്മകൾ മാറ്റാൻ യുദ്ധം ചെയ്യണമേ. കുടുംബത്തെ തകർക്കും തിന്മകൾ മാറ്റാൻ യുദ്ധം ചെയ്യണമേ. യുദ്ധം ചെയ്യണമേ, യുദ്ധം ചെയ്യണമേ. ഗബ്രിയേലേ, ഗബ്രിയേലേ വന്നിടണേ. സ്വർഗ്ഗദൂതാ ഗബ്രിയേലേ ദൂതുമായി വന്നിടണേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. വിശുദ്ധ റാഫേൽ മാലാഖേ കടന്നു വന്നിടണേ. കുടുംബത്തെ തകർക്കും തിന്മകൾ മാറ്റാൻ യുദ്ധം ചെയ്യണമേ. യുദ്ധം ചെയ്യണമേ. ഒറ്റ വിളി യേശുവേ. പ്രിയപ്പെട്ടവരെ, മുഖ്യദൂതന്മാരിൽ 3-ാമത്തെ ആള് വിശുദ്ധ ഗബ്രിയേൽ. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദ സ്ട്രോങ് മാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തനാണ് ഗബ്രിയേൽ. പ്രിയപ്പെട്ടവരെ, ഈ ഗബ്രിയേലിനെ കുറിച്ച്
പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് കൊടുത്തിയ മെസ്സേജിൽ ഇങ്ങനെയാണ് പറയുന്നത്: മുഖ്യദൂതൻ ഗബ്രിയേലിനെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം യേശുവിൻ്റെ മഹത്വമേറിയ തിരിച്ചുവരവ് കാഹളധ്വനിയോടെ അറിയിക്കുകയും അവിടുത്തെ ലോകസിംഹാസനം തിരികെ നൽകുകയുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും പരിശുദ്ധ അമ്മ അടുത്തൊരു സ്റ്റാൻസയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ പുത്രൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യ വരവ് ഗബ്രിയേൽ മൂലം അറിയിച്ചതുപോലെ ഒരിക്കൽ കൂടി യേശുവിൻ്റെ മഹിമയോടുള്ള രണ്ടാം വരവിൻ്റെ പ്രോജ്വലിക്കുന്ന ദൂതൻ അവനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ആഗമനത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ എല്ലാ ദൂതുകളും ഈ ലോകത്തിൽ അറിയിച്ചത് ഗബ്രിയേലിലൂടെയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവിടെ നമ്മളിങ്ങനെ വായിക്കും: ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ അടുക്കൽ ഗബ്രിയേൽ എന്ന് സന്ദേശം കൊടുക്കുന്നുണ്ട്, പരിശുദ്ധ മറിയത്തിൻ്റെ അടുക്കൽ സന്ദേശം കൊടുക്കുന്നു, ആട്ടിടയന്മാരുടെ അടുക്കൽ സന്ദേശം കൊടുക്കുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, യേശു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ യേശുവിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഹെറോദോസ് രാജാവിൻ്റെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞ് ജ്ഞാനികൾക്ക് സന്ദേശം കൊടുക്കാനായി ഈ ഗബ്രിയേലാണ് കടന്നു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ജനിക്കുന്ന രാത്രിയിൽ ആട്ടിടയന്മാർക്ക് സന്ദേശം കൊടുക്കുന്നു. ഗബ്രിയേലിൻ്റെ നേതൃത്വത്തിൽ സ്വർഗത്തിലെ ഗായക സംഘം, വാനദൂത ഗണങ്ങള്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുന്നു. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ സ്വയം മറന്ന് ആഹ്ലാദിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഗബ്രിയേൽ വിശ്രമമില്ലാതെ ഓടി നടന്ന് യേശുക്രിസ്തുവിൻ്റെ ആ മനുഷ്യാവതാര രക്ഷാകര രഹസ്യത്തിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധ ഗബ്രിയേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഗബ്രിയേൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ ഒന്നാമത്തെ ആഗമനത്തിൽ ഈ ഗബ്രിയേൽ യേശുവിൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യ വരവ് ഗബ്രിയേൽ മൂലം അറിയിച്ചതുപോലെ ഒരിക്കൽ കൂടി യേശുവിൻ്റെ മഹിമയോടുള്ള രണ്ടാം വരവിൻ്റെ പ്രോജ്വലിക്കുന്ന ദൂതനവനായിരിക്കും. എന്താ ചെയ്യുന്നത്? അവിടെ പറയുന്നുണ്ട്, കാഹളധ്വനിയോടെ ഗബ്രിയേൽ ഈ ദൂത് ലോകത്തെ അറിയിക്കും. ഗബ്രിയേലാണ് ഈ കാഹളത്തിൻ്റെ ധ്വനി അത് ലോകത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മൾ കലണ്ടർ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഗബ്രിയേൽ മാലാഖയുടെ കാഹളധ്വനി കേട്ടാൽ മതി. അതെന്താ ചെയ്യേണ്ടത്? ഗബ്രിയേലിനോട് നമ്മൾ സ്നേഹം കാണിക്കണം, നമ്മൾ ഗബ്രിയേലിനെ നമ്മൾ സ്നേഹിക്കണം, നമ്മൾ കൂട്ടുപിടിക്കണം, നമ്മുടെ ചേർന്ന് നിൽക്കാൻ പറയണം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഗബ്രിയേലിലൂടെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. നമ്മൾ വിശുദ്ധ ഗബ്രിയേലിനെ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് 160 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാനിയേൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7, 8, 9, 10, 11, 12 ഈ അധ്യായങ്ങൾ മുഴുവൻ പ്രിയപ്പെട്ടവരെ ഗബ്രിയേൽ മാലാഖ ഈ ദാനിയേലിന് ദർശനം കൊടുക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഈ ദർശനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ 8-ാം അധ്യായം 15-ാമത്തെ വാക്യം, 15ഉം 16ഉം വാക്യം, ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ, ദാനിയേലായ ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കെ ഇതാ എൻ്റെ മുമ്പിൽ മനുഷ്യരൂപമുള്ള ഒരുവൻ നിൽക്കുന്നു. ഉലായ് തീരങ്ങളിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ദാനിയേൽ പറയുക, ഗബ്രിയേൽ ദർശനം ഇവനെ ഗ്രഹിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നേരമാണ് ദാനിയേൽ അറിയുന്നത് ഇത് ഗബ്രിയേലാണെന്ന്. ഗബ്രിയേൽ ദർശനം ഇവനെ അറിയിക്കുക. ദാനിയേലിന് ദർശനം അറിയിക്കാൻ ദൈവത്താൽ അയക്കപ്പെട്ട ഈ ഗബ്രിയേൽ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 8-ാം അധ്യായം 19-ാമത്തെ വാക്യം, ദാനിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 19-ാം വാക്യത്തിൽ അവൻ പറഞ്ഞു, കാലത്തിൻ്റെ അവസാനത്തിൽ ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം. യുഗാന്തത്തെ സംബന്ധിക്കുന്നതാണിത്. പ്രൈസ് ദി ലോർഡ്. യുഗാന്തത്തെ സംബന്ധിക്കുന്ന
സ്വർഗീയ വെളിപ്പെടുത്തലുകൾ ഇതാ ലോകത്തിന് നൽകുവാനായി ദൈവം അയക്കുക. ദാനിയേൽ 9:20 നമ്മൾ വീണ്ടും ഇങ്ങനെ വായിക്കും. 9-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടെ 9-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. 21-ാം വാക്യം, അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഗബ്രിയേൽ ദൂതൻ നമ്മുടെ അരികിൽ കടന്നു വന്ന് നമുക്ക് ദൂത് നൽകുവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ ദാനിയേൽ പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുന്നതിന്റെ അരികിലേക്കാണ് ഗബ്രിയേൽ വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപമുള്ളവന്റെ അരികില്, എളിമയുള്ളവന്റെ അരികില് ഗബ്രിയേൽ മാലാഖ വരും. പ്രിയപ്പെട്ടവരെ, അല്ലാതെ എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം പഠിച്ച ആളാണ്, എനിക്ക് ഞാൻ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഇങ്ങനെ ബുദ്ധിയിൽ അഹങ്കരിക്കുന്നവന്റെ മുമ്പിൽ ദൈവത്തിന്റെ ദൂതുമായി ഗബ്രിയേൽ വരില്ല. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സായാഹ്ന ബലിയുടെ സമയത്ത് ഗബ്രിയേൽ വന്നു എന്ന ദാനിയേൽ പറ, സായാഹ്ന ബലിയുടെ സമയത്ത്. അതുകൊണ്ട് നമ്മളെ കൊണ്ടല്ലോ ഈ പരിശുദ്ധ കുർബാനയുടെയും അല്ലെങ്കിൽ ആരാധനയുടെയൊക്കെ മണിക്കൂറുകളിൽ നമ്മൾ അവിടെ എവിടെയും ചടഞ്ഞിരിക്കാതെ നമ്മൾ ത്യാഗം സഹിച്ച് നമ്മൾ അതിലൊക്കെ പങ്കെടുക്കണം. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നിടത്തോളം നമ്മൾ അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവിക വെളിപ്പെടുത്തലുകളും ദൂതുകളും ദൈവം നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കും. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ. എന്താ ജ്ഞാനം എന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, കൊരിന്തോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ജ്ഞാനമെന്ന് പറയുന്നത് അത് ദൈവത്തെ അറിയുന്നതാണ്. ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്ത് അവർക്ക് ജ്ഞാനം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് ജീവിതം വിജയിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതം വിജയിക്കണമെങ്കിൽ ദൈവത്തെ അറിയണം. ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുന്നതാണ് ജ്ഞാനം. ദൈവത്തെക്കുറിച്ചറിയാൻ ബുദ്ധിമതി. പ്രിയപ്പെട്ടവരെ, ലോജിക്ക് മതി. ഇതാ വീണ്ടും കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം, ദാനിയേലേ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. അനേകർ ഓടി നടക്കുക, എവിടെ പോയാൽ അറിവ് കിട്ടും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദൂതൻ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാ, ഈ ഗ്രന്ഥത്തിന് മുദ്ര വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല പ്രിയപ്പെട്ട സന്തോഷ് ബ്രദർ ഈ സംഭവം പങ്കുവച്ചതാ. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പുസ്തകം 12:9 അത് വീണ്ടും പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക, ഈ വചനം അവസാന ദിവസം വരേക്കും അടച്ച് മുദ്ര വെച്ചതാണ്. വചനം അടച്ച് മുദ്ര വയ്ക്കും. വചനത്തിൻ്റെ മുദ്ര തുറക്കുന്നത് ആരാണെന്നറിയാമോ? വെളിപാട് പുസ്തകം 22:10. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കണ്ട, എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മുദ്ര വയ്ക്കാനും മുദ്ര തുറക്കാനും അധികാരമുള്ള, അനുവാദമുള്ള വ്യക്തിയാണ്, ദൂതനാണ് വിശുദ്ധ ഗബ്രിയേൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട്
സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ, സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അതിനേറ്റവും നല്ല മാർഗം വിശുദ്ധ ഗബ്രിയേലിനെ സ്നേഹിക്കണം. വിശുദ്ധ ഗബ്രിയേലിനെ സ്നേഹിച്ച് കൂടെ ചേർക്കണം, ഗബ്രിയേലിനോട് പറയണം, പ്രാർത്ഥിക്കണം. അപ്പോൾ സ്വർഗീയ രഹസ്യങ്ങൾ, വെളിപ്പെടുത്തലുകൾ നൽകി നമ്മളെ അത്ഭുതകരമായ ദൈവിക അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന് ദർശനം കൊടുക്കുന്ന അതേ ഗബ്രിയേൽ തന്നെയാണ് ഇവിടെ ഇതാ പാത്മോസ് ദ്വീപിൽ യോഹന്നാന് വെളിപാട് കൊടുക്കുന്നത്. കാരണം ദാനിയേലിലെ സെയിം വിഷൻസാണ് യോഹന്നാൻ അവിടെ കാണുന്നത്. സെയിം വിഷൻസ് അതെല്ലാം കണ്ടിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? ഈ യോഹന്നാൻ ഈ ഗബ്രിയേലിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഗബ്രിയേൽ പറയും, അരുത്, നീ എന്നെ ആരാധിക്കരുത്, നീ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തരുത്. കാരണം ഞാൻ നിന്റെ സഹദാസനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ സഹദാസനാണ്. ആരാണെന്ന് ഓർക്കണം. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ നീ നിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ അതേ ഗബ്രിയേൽ ഇവിടെ യോഹന്നാനോട് പറയുകയാണ്, നീ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തരുത്, നീ എന്നെ നമസ്കരിക്കരുത്, ആരാധന ദൈവത്തിന് മാത്രം കൊടുക്കണം, ഞാൻ നിന്റെ സഹദാസനാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ദാനിയേലിൻ്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് ദൂതൻ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? കൃപ ചോർന്നു പോയൊരു കാലഘട്ടമായിരുന്നു. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം കൃപ ചോർന്നു പോയ കാലഘട്ടത്തിലാണ് ദാനിയേൽ ജീവിച്ചതെന്ന് ഓർക്കണം. നീതിമാനായിരുന്നു, ജ്ഞാനിയായിരുന്നു. പക്ഷേ യോഹന്നാൻ പാത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഈശോ ബലിയായി തീർന്ന് പരിശുദ്ധാത്മാവിനെ കൃപ ഈ ഭൂമിയിലേക്ക് വർഷിച്ചു. കൃപയുടെ അവസ്ഥയിലാണ് യോഹന്നാൻ നിൽക്കുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ കൃപയുടെ നിറവിലാണെങ്കിൽ ഗബ്രിയേൽ പോലും നമ്മുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കൃപയുടെ നിറവിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഈ മുഖ്യദൂതന്മാര്, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റഫായേൽ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ, ഇത്ര വലിയ സമ്മാനം, ഇത്ര വലിയ സൗഭാഗ്യം നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, വിശുദ്ധ ദൂതന്മാരെ മിഖായേലിനെ, ഗബ്രിയേലിനെ, റഫായേലിനെ നൽകിയത് ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വർഗ്ഗദൂത ഗബ്രിയേലേ ദൂതുമായി വന്നിടണേ. സ്വർഗ്ഗദൂത ഗബ്രിയേലേ ദൂതുമായി വന്നിടണേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ, അരികിൽ വരേണമേ, അരികിൽ വരേണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. മാലാഖമാരെ കുറിച്ചുള്ള ഈ ശുശ്രൂഷ, കർത്താവിൻ്റെ സൈന്യം എന്ന ശുശ്രൂഷ ഇന്നിവിടെ അവസാനിക്കുമ്പോൾ നാളെ മുതൽ പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 1-ാം തീയതി, നാളെ മുതൽ 31-ാം തീയതി വരെ 31 ദിവസം നമ്മൾ ദ ഹോളി വെപ്പൺ എന്ന് പറയുന്ന വലിയൊരു ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകിയ വലിയ ഒരു ആയുധം. പരിശുദ്ധ അമ്മ പറഞ്ഞു, സാത്താനെ തോൽപ്പിക്കാനുള്ള ആയുധം ജപമാല. പരിശുദ്ധ അമ്മ ആയുധവുമായി ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനേകം മക്കളോട് പറയണം. നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ കർത്താവിന് വേദന ഉണ്ടാകും, കർത്താവിന് ഒത്തിരി വേദന ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരോടും പറയണം. സാധിക്കുന്നിടത്തോളം ആൾക്കാരെ ഫോൺ ചെയ്തും നമ്മുടെ ലിങ്കൊക്കെ അയച്ചും ഒക്കെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം ഇത് കാണുവാനായിട്ട്. ഈ മണിക്കൂറുകൾ പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഷഖീന ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ മിനിസ്ട്രിയിലൂടെ കർത്താവ് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അനേക മക്കൾ ഈ ദിവസങ്ങളിലൊക്കെ വിളിക്കുകയായിരുന്നു, അവർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഇതുപോലൊരു ഭാഗ്യം ഈ കാലഘട്ടത്തിൽ കിട്ടിയല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, അനേകം മക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കണം. നമുക്ക് ആരാധനയിൽ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമുക്ക് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവമേ, നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവം, യേശു മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കാമോ? ഈശോയെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോ, ഈശോ, ഓ രാജാതി രാജാവേ, മഹത്വപൂർണ്ണനായ ഈശോ, സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഈശോ, സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, അബ്രഹാമിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്, രാജാതി രാജാവ്, സ്വർഗ സേനകളെ നയിക്കുന്നവൻ ഇതാ അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ കൂടെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് നമുക്ക് പാടി ആരാധിക്കാം. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമമേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. ഒറ്റ വിളി യേശുവേ, മാലാഖമാരോട് ചേർന്ന്, മുഖ്യദൂതന്മാരോട് ചേർന്ന്, കെരൂബുകളോട് ചേർന്ന്, ക്രോബന്മാരോട് സാപ്പന്മാരോട് ചേർന്ന് ദൈവജനം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോയേ. കരങ്ങളടിച്ച് കൈകൾ കൊട്ടി. ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്ക് ഏക കർത്താവേ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. ആരാധിക്കട്ടെ. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. ജനതയ്ക്ക് തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും. ആരാധിക്കാത്ത മക്കൾക്ക് വേണ്ടി, അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും. വിശ്വസിക്കാത്ത മക്കൾക്ക് വേണ്ടി, ഇസ്ഹാക്കിൻ ദൈവമേ, ആരാധിക്കും. സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, ദൈവമേ, ആരാധിക്കും. അന്ധകാരത്തിൽ ആണ്ടുപോയ മക്കൾക്ക് വേണ്ടി, ദൈവമേ, ആരാധിക്കും. ഞങ്ങളെ ആരാധിക്കും. ദൈവമേ, ആരാധിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അവകാശത്തോടെ സകല മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. സ്തുതികളിൽ വസിക്കുന്ന കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്, മാലാഖമാരുടെ ദൈവം ഇതാ നമ്മുടെ കൂടെ
ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യനാഥനായ ഈശോയിലേക്ക് നോക്കുക. അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യയെ കടന്നു വന്നു നിൽക്കുന്ന കർത്താവ്, അവിടുത്തെ മക്കളാണ് നമ്മൾ. ഈ മക്കളെ പരിചരിക്കാൻ, മക്കൾക്ക് വേണ്ടി സകല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. അവർ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ, തോബിയാസിന്റെ കൂടെ ഒരു കൂട്ടുകാരനായി നടന്ന റഫായേൽ മാലാഖ ദാനിയേലിന്റെ അരികില് കടന്നു വന്ന് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകൾ, യേശുക്രിസ്തു ജനിക്കുന്നതിന് 160 വർഷങ്ങൾക്ക് മുമ്പ് ദാനിയേലിന് യേശുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ദർശനം കൊടുത്തുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഇടപെട്ട ഗബ്രിയേൽ മാലാഖ. പ്രിയപ്പെട്ടവരെ, അബ്രഹാത്തിന്റെ ഭവനത്തില് ശാപത്തിന്റെ ബന്ധനം നീക്കാൻ റഫായേൽ മാലാഖ കടന്നു ചെന്നു. മിഖായേൽ മാലാഖ സാത്താന്റെ സകല കെണികളും തകർത്ത് നമ്മെ സംരക്ഷിക്കാനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കാവൽ മാലാഖ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫെലിക്സിനെ കുറിച്ച്, സഭയിലെ വലിയൊരു വിശുദ്ധനായ വിശുദ്ധ ഫെലിക്സിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം നല്ലവണ്ണം കൃഷി ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ജോലി അതായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് പോകണം. പക്ഷെ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ കൃഷിയുടെ കാര്യങ്ങൾ മുടങ്ങും. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാകും. അദ്ദേഹം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പോകണം, എന്നാൽ എൻ്റെ വയലിലെ ഈ കൃഷിയുടെ ഈ ജോലി മുടക്കാനും പാടില്ല. പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ, കർത്താവ് അദ്ദേഹത്തിന് ഒരു ബോധ്യം കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, നീ പള്ളിയിലേക്ക് പോയിക്കോ, നീ കുർബാനയ്ക്ക് പോയിക്കോ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കുർബാനയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി എവിടെ വെച്ച് അവസാനിപ്പിച്ചോ ആ ജോലി സ്വർഗത്തിലെ ദൂതൻ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ കത്തോലിക്ക സഭയിലെ മറ്റൊരു വിശുദ്ധനാണ് വിശുദ്ധ ഇസിദോർ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കൃഷിക്കാരുടെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇതേ അനുഭവം സഭയുടെ പുസ്തകങ്ങളിൽ, അദ്ദേഹം അവരുടെ ജീവചരിത്ര പുസ്തകത്തിൽ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജോലി എന്താണോ ആ ജോലിയിലൊക്കെ നമ്മൾ നമ്മുടെ കാവൽ മാലാഖയെ വിളിക്കണം, മുഖ്യദൂതന്മാരെ വിളിക്കണം. അവർ വരും പ്രിയപ്പെട്ടവരെ. കാരണം ദൈവം അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി സേവനം ചെയ്യാനാണ്. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളാണ് അവര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രി പിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ആ പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. ഈ പാദ്രി പിയുടെ അരികിൽ ഒരു അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ വീട് വിട്ട് പോയിട്ട് വർഷങ്ങളായി. ഞാനവനെ കാത്തിരുന്ന് മടുത്തു. അവൻ എവിടെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ മകന് വേണ്ടി. പാദ്രി പിയോ പെട്ടെന്ന് പറഞ്ഞു, അമ്മ ആ മകന് വേണ്ടി ഒരു കത്ത് എഴുതാൻ പറഞ്ഞു. മകനെ, നിന്നെ കാണാതെ അമ്മ ഒത്തിരി വേദനിക്കുക. നീ എവിടെയാ? നീ പെട്ടെന്ന് വരണം, അമ്മയ്ക്ക് നിന്നെ കാണണം. അങ്ങനെ കത്ത് എഴുതാൻ പറഞ്ഞു. കത്ത് എഴുതിയിട്ട് ഈ മേശപ്പുറത്തേക്ക് വെക്കാൻ പറഞ്ഞു. ആ അമ്മ അത് ചെയ്തു. അവർ പോയി. പെട്ടെന്ന് വിശുദ്ധ പാദ്രി പിയോ ഈ പയ്യന്റെ, ഈ വീട് വിട്ടു പോയ പയ്യന്റെ കാവൽ മാലാഖയോട് പറഞ്ഞു, ദേ ഈ കത്ത് കൊണ്ടുപോയി അവൻ എവിടെയാണെങ്കിലും അവനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സംഭവിച്ച കേൾക്കണോ? ദൈവത്തിന്റെ കാവൽ മാലാഖ, ദൈവത്തിന്റെ ദൂതൻ ആ കൊച്ചിന്റെ കയ്യിൽ കത്ത് കൊണ്ട് കൊടുത്തു. ആ കൊച്ച് പെട്ടെന്ന് അവൻ വീട്ടിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ വിശുദ്ധ ജമ്മായുടെ ജീവിതത്തിൽ പല പ്രാവശ്യം ഈ കാവൽ മാലാഖ വന്ന് സംസാരിക്കുകയും ജോലിയിൽ സഹായിക്കുകയും ഒരു കൂട്ടുകാരനെ പോലെ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജമ്മ ചോദിച്ചു ഒരിക്കൽ, എന്താണ് കാവൽ മാലാഖയുടെ പേര്? കാവൽ മാലാഖ പേര് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, ഞാൻ നിത്യജീവന്റെ സുവിശേഷം എന്ന ശുശ്രൂഷയിൽ ഞാനൊരു സംഭവം പങ്കുവെച്ചു.
എൻ്റെ മകളുടെ കൂടെ കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടി ആക്സിഡൻറ്റിൽ മരിച്ചുപോയത്. കൊല്ലത്താണ് അവളുടെ വീട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു 5 പിതാക്കന്മാരാണ് അവളുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നതെന്ന്. 6 വൈദികരാണ് അവിടെ ഡെഡ് ബോഡി എടുത്തതെന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ ഡയറി കിട്ടി. ഞാൻ പറഞ്ഞായിരുന്നു അത്. ആ ഡയറിയിൽ വായിച്ചു നോക്കിയപ്പോൾ അവൾ യേശുവിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൾ പറഞ്ഞിരിക്കുക, ഞാൻ എൻ്റെ കാവൽമാലാഖയോട് എന്ന് സംസാരിക്കുമായിരുന്നു. കാവൽമാല 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. വെറും 20 വയസ്സ് പ്രായമുള്ള ഒരു മകള്. പ്രിയപ്പെട്ടവരെ, അവളവിടെ കുറിച്ചു വെച്ചിരിക്കുക, കാവൽമാലാഖ എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കും. ഞാൻ ഒരു ദിവസം ചോദിച്ചു, കാവൽമാലാഖ നിങ്ങളുടെ പേരെന്താ? പെട്ടെന്ന് കാവൽമാലാഖ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചു ബൈബിൾ തുറക്കണം, എന്നിട്ട് നിന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ എവിടെയാണോ ഇരിക്കുന്നത് അതൊരു പേരായിരിക്കും, അതെൻ്റെ പേരാണെന്ന്. അതെല്ലാം ഡയറിയിലുണ്ട്. അഭിമന്യ പിതാക്കന്മാർ, അലങ്കര കത്തോലിക്ക സഭയിലെ അഭിമന്യ പിതാക്കന്മാർ ആ ഡയറി വായിച്ചതാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ നെഹമ്യ പ്രവാചകന്റെ പുസ്തകമായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും ആ പുസ്തകം വായിച്ചിരുന്നില്ല. എന്നാൽ അന്ന് തുറന്നു കിട്ടിയത് അതായിരുന്നു. 12-ാം അധ്യായം. കുറേ പേരുകൾ ഞാൻ ആ ചൂണ്ടുവിരൽ ഇങ്ങനെ കൊണ്ട് കുത്തി കൃത്യമായി നോക്കി, അതൊരു പേരായിരുന്നു, നെത്തനേൽ. നെത്തനേൽ. പെട്ടെന്ന് കാവൽമാലാഖ പറഞ്ഞു, ഇതാണ് എൻ്റെ പേര്. നോക്ക് പ്രിയപ്പെട്ടവരെ, വെറും 20-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ, ആരാലും അറിയപ്പെടാതൊക്കെ ജീവിച്ചൊരു പെൺകുട്ടി. അവള് ഇന്ന് അനേക വ്യക്തികൾ അവളുടെ ആ ഡയറി വായിച്ച് അത്ഭുതപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കാവൽമാരാകെയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഈശോയെക്കുറിച്ച് അറിയാൻ, വചനത്തെക്കുറിച്ച് അറിയാൻ, നമ്മുടെ യാത്രയിലൊക്കെ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കൊച്ചു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോടിനടുത്ത് കുറ്റ്യാടിക്കപ്പുറത്തൊരു ധ്യാനകേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് വരാപ്പുഴയ്ക്കടുത്തൊരു പള്ളിയിൽ ഒരു കൺവെൻഷനുണ്ട്. ആൻ്റണി പയ്യപ്പിള്ളിച്ചൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ എനിക്കവിടെ കൺവെൻഷൻ എത്തണം. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ നാളെ രാവിലെ ഞാൻ അവിടെ എത്തിക്കൊള്ളാം, വെളുപ്പിന് ഞാൻ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അന്ന് രാത്രി 10 മണിക്ക് അവിടുന്ന് ഒരു ബസ്സുണ്ട്, ഒരു പ്രൈവറ്റ് ബസ്. ആ ബസ്സിൽ എനിക്ക് കയറിയാൽ എനിക്ക് വെളുപ്പിന് ഒരു 4:30 മണിയാകുമ്പോൾ ഈ പള്ളിയുടെ അടുത്തുനിന്ന് ഇറങ്ങാം. പ്രിയപ്പെട്ടവർ, ഞാൻ ബസ് കാത്തിരുന്നു. ആ ബസ് അന്ന് ഇല്ലായിരുന്നു. ആ ബസ് ഇല്ലാതെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. എനിക്കന്ന് വരാൻ പറ്റത്തില്ല. ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. അച്ഛന് ആകെ അസ്വസ്ഥനായി. എന്തു ചെയ്യും? അച്ഛൻ 12:45 വരെ നിൽക്കാനായിട്ട് ഒരു അച്ഛനെ അറേഞ്ച് ചെയ്തു. 11:45 വരെ. 11:50 ആകുമ്പോൾ അച്ഛൻ പോകുമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് എത്തണം. ഞാൻ വെളുപ്പിന് 4 മണിക്ക് ഞാൻ കുറ്റ്യാടിയിൽ നിന്ന് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ട്രെയിനകത്ത് കയറി വരുന്ന സമയത്ത് ഈ ട്രെയിൻ ഒരുപാട് ലേറ്റായി. സമയത്ത് എത്താൻ പറ്റുന്നില്ല. എനിക്ക് കൃത്യസമയത്ത് എത്തണം. ആലുവായിൽ നിന്ന് ട്രെയിൻ വിട്ടു വരുമ്പോൾ ഞാൻ അടുത്തിരുന്നവരോട് ചോദിച്ചു, ഈ ട്രെയിൻ എടപ്പള്ളി സ്റ്റോപ്പുണ്ടോ? അന്ന് എടപ്പള്ളിയില്ല, പാലമൊന്നുമില്ല, റെയിൽവേ ക്രോസിംഗാണ്. അവർ പറഞ്ഞു, ഇത് ഇനി അടുത്ത സ്റ്റോപ്പ് എറണാകുളം സൗത്തിൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് എടപ്പള്ളി റെയിൽവേ ക്രോസിംഗിൻ്റെ അടുത്ത് എനിക്ക് ട്രെയിൻ നിർത്തണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയത്തില്ല. കൃത്യം എടപ്പള്ളി റെയിൽവേ ക്രോസിംഗിൻ്റെ അടുക്കിൽ ഈ ട്രെയിൻ കൊണ്ട് നിർത്തി. 2 സെക്കൻഡ് മാത്രം ഞാൻ ചാടി ഇറങ്ങി. ഞാൻ ഓടിച്ചെന്നൊരു ബസ്സിനകത്ത് കയറി. അപ്പോഴേക്ക് പ്രിയപ്പെട്ട ട്രെയിൻ പോയി. കൃത്യസമയം 11:45 ഞാൻ ആ പള്ളിയിലെത്തി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ കർത്താവ് തൻ്റെ മാലാഖമാരെ നിയമിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ അസ്വസ്ഥതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം മാറിപ്പോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. അവർ വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളായി മാറണം. വിവാഹ തടസ്സം അനുഭവപ്പെടുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി മാതാപിതാക്കളൊക്കെ പ്രാർത്ഥിക്കണം. റഫായേൽ മാലാഖയെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് തെറ്റായ പുസ്തകങ്ങൾ വായിക്കുന്നു, അശുദ്ധമായ സിനിമകൾ കാണുന്നു. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഗബ്രിയേൽ മാലാഖയോട് പറയണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തൽ കൊടുക്കണമേ എന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട 3 കുട്ടികൾക്ക് മാലാഖ വന്നവരെ ഒരുക്കി അവരെ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു. നമ്മൾ ആ പ്രാർത്ഥന പഠിച്ചതാ, മാപ്പപേക്ഷ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിച്ചതാ അത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും 3 കുഞ്ഞുങ്ങൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ കണ്ടു ദൈവത്തിൻ്റെ മാലാഖ വന്ന് അവരുടെ മുമ്പിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മാലാഖയുടെ വലത് കൈയിൽ
പ്രിയപ്പെട്ടവരെ, ആ ഓസ്തി, തിരുവോസ്തിയും ഇടത് കൈയിൽ കാസയും, ഈ തിരുവോസ്തിയും കാസയും അന്തരീക്ഷത്തിൽ വെച്ചിട്ട് മാലാഖ പറഞ്ഞു മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിക്കാൻ പറഞ്ഞു. എന്നിട്ടൊരു പ്രാർത്ഥന അവരെ കൊണ്ട് ചൊല്ലിച്ചു. എന്നിട്ട് മാലാഖയും മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് ഈ പരിശുദ്ധ കുർബാന തിരുവോസ്തി ലൂസിക്കും കൊടുത്തു. പിന്നെ തിരുരക്തം ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളോട് മാലാഖ ഒത്തിരി പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് ഈ മാലാഖ വരും. മാലാഖ വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കും. ഈ ഫാത്തിമയിലെ കുഞ്ഞുങ്ങളുണ്ട്, ഫാത്തിമയിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവർ പിന്നീട് ഈ പരിശുദ്ധ അമ്മയുടെയൊക്കെ ദർശനം കിട്ടിയതിനു ശേഷം അവരുടെ പ്രാർത്ഥന, അവരുടെ പരിത്യാഗം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 6 വയസ്സും 8 വയസ്സും 10 വയസ്സുള്ള കുഞ്ഞുങ്ങളാണെന്ന് ഓർക്കണം. അനേക ദിവസങ്ങൾ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷത്തോടെ പരാതിയില്ലാതെയൊക്കെ അത് സ്വീകരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അഭിഷേകം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമുക്ക് 2 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ടവരെ, ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം, മുഖ്യദൂതന്മാരെ ഞങ്ങളുടെ അരികിലേക്ക് വരണമേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഷെക്കേന മിനിസ്ട്രിയെ നമുക്ക് സമർപ്പിക്കാം. അനേക മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ ദൂത് ലഭിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയതായത്. DTH പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഈ ശുശ്രൂഷ കിട്ടുന്നില്ല. നമുക്ക് ആ മേഖല നമുക്ക് സമർപ്പിക്കാം. മുഖ്യദൂതന്മാർ ആ മേഖലയിൽ ഇടപെടട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആ വഴികളൊക്കെ തുറക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ സഭയിൽ ഇന്നുള്ള എല്ലാ അസ്വസ്ഥതകളും മാറണം. സഭകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ, കേസ്, വഴക്ക്, ഇതെല്ലാം മാറണം. പ്രിയപ്പെട്ടവരെ, സഭയുടെ മേൽ അധികാരമുള്ള വിശുദ്ധ മിഖായേൽ, ദൈവമക്കളുടെ മേൽ അധികാരമുള്ള വിശുദ്ധ ഗബ്രിയേൽ, ഗാർഹിക സഭയാകുന്ന കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളെ അടിയോടിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മിസ്റ്റർ റഫായേൽ, അവരോടൊപ്പം അവരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ മാതാവ്, സ്വർഗത്തിലെ ദൂതഗണങ്ങൾ എല്ലാവരും ചേർന്ന് കടന്നു വന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരം ഉയർത്തി നമ്മുടെ ഈ നിയോഗങ്ങളൊന്ന് സമർപ്പിക്കാം. ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന, സ്തുതിക്കുന്ന, സ്തുതിക്കുന്ന കർത്താവ്, ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ മാലാഖേ, കാവൽ മാലാഖേ, നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഞങ്ങൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമ്മുടെ കുടുംബങ്ങളെ, സഭയുടെ പ്രവർത്തനങ്ങൾ, അഭിയന്ത പിതാക്കന്മാരെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. ഷെക്കേന മിനിസ്ട്രി അഭിഷേകമായി മാറണം. സാമ്പത്തിക മേഖലകളില്, ടെക്നിക്കൽ മേഖലകളില് കർത്താവിന്റെ ഇടപെടലുണ്ടാകും. പരിശുദ്ധാത്മാവേ, ദൂതന്മാരെ അയക്കണമേ കർത്താവേ. കാവലേകണേ, നന്മയിൽ ഞങ്ങളെ സൂക്ഷിക്കണേ, തിന്മയിൽ ഞങ്ങളെ വീഴ്ത്തരുതേ. നാളെ വെളുപ്പിന് ഞങ്ങൾ ഉണരുമ്പോൾ പുഞ്ചിരിച്ചു നീരിക്കണമേ. തൂവെള്ള മാനസം നൽകണമേ. മാലാഖേ, കാവൽ മാലാഖേ, സന്നദ്ധിയിൽ നമുക്ക് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ സകല വിശുദ്ധ മാലാഖമാരും മുഖ്യദൂതന്മാർ പരിശുദ്ധ പരമദിവികാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കണേ. സാധിക്കുന്നവർ സാഷ്ടാംഗം പ്രണമിച്ച് നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ശോയേ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ
ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് സ്തുതിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലും കർത്താവിന്റെ ഇടപെടലുകൾ ഈശോയെ, സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ വർഷിക്കണം. സ്വർഗീയ വെളിപ്പെടുത്തലുകളും ബോധ്യങ്ങളും നൽകിയതിന് നന്ദി പറയും. ഞങ്ങളുടെ കാവൽ മാലാഖയെ കുറിച്ച്, മുഖ്യദൂതന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ബോധ്യങ്ങൾക്കും നന്ദി പറയുന്നു ഈശോയെ. വരണമേ ഈശോയേ, വരണമേ ഈശോയേ, വരണമേ. കരങ്ങളൊന്ന് കൂപ്പി പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ സംരക്ഷണത്തിനായി മാലാഖമാരെ നൽകിയ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ മുതൽ ആരംഭിക്കുന്ന ദ ഹോളി വെപ്പൺ എന്ന ശുശ്രൂഷ നമ്മൾ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം വചന ശുശ്രൂഷ, അതിനുശേഷം നമ്മൾ ദിവ്യകാരുണ്യ ആരാധന. അങ്ങനെയായിരിക്കും ആ ശുശ്രൂഷ മുമ്പോട്ട് പോകുന്നത്. വളരെ ഭയഭക്തിയോടുകൂടി നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ രഹസ്യങ്ങൾ, സന്ദേശങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ ആരാധിച്ച് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹമായി തീരുവാൻ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ദേശങ്ങൾ അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ആ ശുശ്രൂഷകളെല്ലാം ഒരിക്കൽ കൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.